Hello dear students, welcome back to ISKC English. Okay dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മേരി ഷെല്ലിയുടെ ഫ്രാങ്കൻസ്റ്റൈൻ എന്ന് പറയുന്ന നോവലാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു നോവലിൽ നിന്നും 4 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ, സ്ട്രക്ചർ, ഈ നോവലിൻ്റെ സ്ട്രക്ചർ, അതുപോലെ തന്നെ ഇതൊരു ഗോത്തിക് നോവലാണെന്നുള്ള നിലയ്ക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി, അതായത് ഇതൊരു എപ്പിസ്റ്റോളറി നോവൽ എന്ന നിലയ്ക്ക് ഡിസ്കസ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 4 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യത്തെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അപ്പോൾ ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് എന്ന നിലയ്ക്ക് ഒരു എസ് എ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമായി എസ് എ ക്വസ്റ്റ്യൻ നോക്കുക, അതിനുശേഷം ഞാൻ പറഞ്ഞ 3 പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ക്രിട്ടിക്കൽ അനാലിസിസ് കേട്ടോ. മേരി ഷെല്ലീസ് ഫ്രാങ്കൻസ്റ്റൈൻ ഓർ ദ മോഡേൺ പ്രൊമിത്യൂസ്. അപ്പോൾ ഇതിൻ്റെ 2 പേരാണ്. മേരി ഷെല്ലിയുടെ ഫ്രാങ്കൻസ്റ്റൈൻ ഓർ ദ മോഡേൺ പ്രൊമിത്യൂസ് is one of the early novels written in the Gothic genre. അതായത് നോവലിലെ ഒരു വിഭാഗമാണ് ഗോത്തിക് ജോണർ. ഈ ഗോത്തിക് ജോണർ എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? കാരണം ഞാൻ തന്നെ നമ്മൾ ഇവിടെ മുൻപ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗോത്തിക് ജോണറിൽ വരുന്ന, അതായത് ഭയപ്പെടുത്തുന്ന രംഗങ്ങൾ, ഫിയർ, അതുപോലെ തന്നെ പിന്നെ രക്തവും അക്രമം, ഇതുപോലെയുള്ള ഭയാനകമായ സംഭവങ്ങൾ വരുന്ന നോവലാണ് എന്ത്? പ്രേതത്തിന്റെ സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ്, ഗോസ്റ്റ് ഒക്കെ വരുന്നതാണ് എന്ത്? ഗോത്തിക് നോവൽ. അപ്പൊ ഈ കാറ്റഗറിയിൽ വരുന്ന ആദ്യത്തെ നോവലുകളിൽ ഒന്നാണ് കേട്ടോ. ഈസ് വൺ ഓഫ് ദി ഏർലി നോവൽസ് റിട്ടൺ ഇൻ ദ ഗോത്തിക് ജോണർ. അപ്പൊ ഗോത്തിക് ജോണറിൽ എഴുതിയിട്ടുള്ള, അപ്പൊ ഗോത്തിക് ജോണർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ലേ? അതായത് ഇത്തരത്തിലുള്ള ഭയാനകമായിട്ടുള്ള, ഭീകരമായ, ഭയപ്പെടുത്തുന്ന പ്രേതവും പിശാചും അതുപോലെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ വിവരിക്കുന്ന നോവൽ. അപ്പൊ ഈ കാറ്റഗറിയിൽ വരുന്ന ഒരു ആദ്യത്തെ ഒരു നോവലാണ് ഇത്, ഈ മേരി ഷെല്ലിയുടെ ഫ്രാങ്കൻസ്റ്റൈൻ എന്നുള്ളത്. ദ നോവൽ ടെൽസ്, ഈ നോവൽ പറയുന്നത് ദ സ്റ്റോറി ഓഫ് എ മോൺസ്റ്റർ. ഇതൊരു മോൺസ്റ്ററിന്റെ കഥയാണ്, മീൻസ് ഒരു പിശാചിന്റെ കഥ. ക്രിയേറ്റഡ് ബൈ എ സയന്റിസ്റ്റ്. ആ പിശാചിനെ ഉണ്ടാക്കിയത്, ക്രിയേറ്റ് ചെയ്തത് ഒരു സയന്റിസ്റ്റ് ആണ്. മാത്രമല്ല, അപ്പൊ ഇവിടെ ഇതൊരു പിശാചിന്റെ കഥയാണ് ഈ നോവല്. ഇനി അതുപോലെ ആൻഡ് എക്സ്പ്ലോർ തീംസ് ഓഫ് ലൈഫ്. പിന്നെ ഈ നോവലിൽ വരുന്ന തീമുകൾ എന്തൊക്കെയാണ്? തീംസ് ഓഫ് ലൈഫ്, ഡെത്ത്. ഇവിടെ ജീവിതവും മരണവും ഈ നോവലിൽ പ്രതിപാദിക്കുന്നുണ്ട്, തീമായിട്ട് വരുന്നുണ്ട്. ആൻഡ് മാൻ വേഴ്സസ് നേച്ചർ. അതുപോലെ തന്നെ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള മാൻ വേഴ്സസ് നേച്ചർ, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള യുദ്ധങ്ങളും പ്രശ്നങ്ങളും, ഇത്തരം കാര്യങ്ങളെല്ലാം പ്രതിപാദിക്കുന്ന, പ്രധാനമായിട്ടും ഒരു സയന്റിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു മോൺസ്റ്റർ, അവനെ ചുറ്റിപ്പറ്റിയുള്ളതാണ് ഈ സ്റ്റോറി. ഇൻ ദ ബിഗിനിങ് ഓഫ് ഫ്രാങ്കൻസ്റ്റൈൻ മേരി ഷെല്ലി ഫോളോസ്. ഈ കഥയുടെ തുടക്കം മുതൽ, ഈ നോവലിന്റെ തുടക്കം മുതൽ മേരി ഷെല്ലി ഫോളോ ചെയ്യുന്നത് ആൻ എപ്പിസ്റ്റോളറി നറേറ്റീവ് സ്റ്റൈൽ. ഏതാണ്? ഒരു എപ്പിസ്റ്റോളറി നറേറ്റീവ് സ്റ്റൈലാണ് ഈ നോവലിൽ ഫോളോ ചെയ്യുന്നത്. അത് ഞാൻ പറഞ്ഞുതരാം. പാരഗ്രാഫായിട്ട് നമുക്ക് ചെയ്യാണ്ട് എപ്പിസ്റ്റോളറി നറേറ്റീവ് സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലെറ്ററിലൂടെ ഒരു കഥ പറയാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്മ്യൂണിക്കേഷന്റെ ഒരു ഫോമിലൂടെ, സ്റ്റൈലിലൂടെ കഥ പറയാം. അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും ലെറ്ററിലൂടെ. അപ്പൊ അത്തരത്തിൽ കഥ പറയുന്ന ശൈലിക്കാണ് എന്തു പറയാ? എപ്പിസ്റ്റോളറി നറേറ്റീവ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ നോവലിലെ നറേറ്റീവ് സ്റ്റൈൽ എന്ന് പറയുന്നത് എപ്പിസ്റ്റോളറി നറേറ്റീവ് സ്റ്റൈലാണ്. വേർ റോബർട്ട് വാൾട്ടൺ റൈറ്റ്സ് എ സീരീസ് ഓഫ് ലെറ്റേഴ്സ് ടു മാർഗരറ്റ് സാവിൽ അബൌട്ട് ഹിസ് പോളാർ എക്സ്പ്ലോറേഷൻസ്. അപ്പൊ ഇതിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളായിട്ടുള്ള റോബർട്ട് വാൾട്ടന്റെ സഹോദരിക്ക് അദ്ദേഹം എഴുതുന്ന ഏതാനും കത്തുകൾ. അദ്ദേഹത്തിന്റെ സഹോദരിയുടെ പേരാണ് എന്ത്? മാർഗരറ്റ്
സാവില്ലെ, മാർഗരറ്റ് സാവില്ലെ, അദ്ദേഹത്തിന്റെ സിസ്റ്ററിന് എഴുതുന്ന അദ്ദേഹത്തിന്റെ ഏതാനും കത്തുകൾ, ആ കത്തുകളിലൂടെ അദ്ദേഹത്തിന്റെ പോളാർ എക്സ്പ്ലോറേഷൻസിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ പോളാർ പരീക്ഷണങ്ങളെ കുറിച്ച്, അന്വേഷണങ്ങളെ കുറിച്ച് പറയുന്ന ഇയാളൊരു സഞ്ചാരിയാണ്. ഇയാൾ നടത്തുന്നത് പോളാർ എക്സ്പ്ലോറേഷൻസ്, അതായത് ധ്രുവ പ്രദേശങ്ങളുണ്ടല്ലോ, ആ പ്രദേശങ്ങൾ അറിയാൻ വേണ്ടിയുള്ള യാത്രകൾ. അപ്പോൾ ആ യാത്രകളെ കുറിച്ച് എഴുതുന്ന കത്തുകളാണ്. അപ്പോൾ ആ കത്തുകളിലൂടെയാണ് ഈ നോവൽ തുടങ്ങുന്നത്. അങ്ങനെ അദ്ദേഹമാണ് ഇതിലെ പ്രധാന കഥാപാത്രമായിട്ടുള്ള ഫ്രാങ്കൻസ്റ്റീൻ എന്ന് പറയുന്ന കഥാപാത്രം. ആ കഥാപാത്രത്തെ കുറിച്ച് പറയുന്നത് അദ്ദേഹമാണ്. ഇനി നോക്കൂ, ദ നോവൽ ഷെഡ്സ് ലൈറ്റ് ഓൺ ദ അഡ്വഞ്ചേഴ്സ് ഓഫ് റോബർട്ട് വാൾട്ടൺ ആൻഡ് ഹിസ് ക്രൂ. ഈ നോവലിന്റെ തുടക്കത്തിൽ പറയുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് നോവൽ തുടങ്ങുമ്പോൾ പറയുന്നത്? വാൾട്ടനെ കുറിച്ച് അല്ലേ, അതായത് ഇത്തരത്തിലുള്ള ഒരു ഗവേഷകനായിട്ടുള്ള അല്ലേ റോബർട്ട് വാൾട്ടൺ, അദ്ദേഹത്തിന്റെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള യാത്രകളെ കുറിച്ച്, അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ ക്രൂ കൂടെയുള്ള ജോലിക്കാരുടെയും സാഹസികമായിട്ടുള്ള യാത്രകളിലേക്ക് ഈ നോവലിന്റെ തുടക്കത്തിൽ വെളിച്ചം വീശുന്നുണ്ട്. ദ നോവൽ ഷെഡ്സ് ലൈറ്റ് ഓൺ, ഈ നോവൽ വെളിച്ചം വീശുന്നു ഓൺ ദ അഡ്വഞ്ചേഴ്സ് ഓഫ് റോബർട്ട് വാൾട്ടൺ ആൻഡ് ഹിസ് ക്രൂസ്. അപ്പൊ തുടക്കത്തിൽ റോബർട്ട് വാൾട്ടന്റെ യാത്രകളെ കുറിച്ചും അതുപോലെ തന്നെ റോബർട്ട് വാൾട്ടന്റെയും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ കുറിച്ചും ഉള്ള അവരുടെ പോളാർ എക്സ്പെഡിഷൻ, ആ ഒരു യാത്രകളെ കുറിച്ച്, അതിന്റെ സാഹസികതകളെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ പിന്നീടാണ് ആരിലേക്ക് പോകുന്നത്? ഫ്രാങ്കൻസ്റ്റൈൻ. റോബർട്ട് വാൾട്ടൺ ആൾസോ പ്രൊവൈഡ്, ഈ റോബർട്ട് വാൾട്ടൺ ആണ് നൽകുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്ന കഥകളിൽ, കത്തിൽ വരുന്ന കഥയിലാണ് ആര് വരുന്നത്? നമ്മളുടെ ഫ്രാങ്കൻസ്റ്റൈൻ വരുന്നത്. റോബർട്ട് വാൾട്ടൺ ആൾസോ പ്രൊവൈഡ്സ് എ ലോങ് സ്റ്റോറി ഓഫ് വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ, അതാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. ആ വിക്ടർ ഫ്രാങ്കൻസ്റ്റൈനെ കുറിച്ചുള്ള ഒരു ലോങ് സ്റ്റോറി, വളരെ ദീർഘമായിട്ടുള്ള ഒരു വലിയ കഥ നൽകുന്നത് വാൾട്ടൺ ആണ് നൽകുന്നത്. which covers most part of the novel. ഈ നോവലിന്റെ അധിക ഭാഗവും, ഈ നോവലിന്റെ പ്രധാന കഥ അല്ലെങ്കിൽ ഈ നോവലിന്റെ ഒരു ഭാഗവും കവർ ചെയ്യുന്നത് ഈ വിക്ടർ ഫ്രാങ്കൻസ്റ്റൈന്റെ കഥയാണ്. അല്ലെങ്കിൽ വിക്ടർ ഫ്രാങ്കൻസ്റ്റൈനെ കുറിച്ച് വാൾട്ടൺ പറയുന്ന കഥയാണ് ഈ നോവലിന്റെ ബഹുഭൂരിഭാഗവും വരുന്നത്. ദ മേജർ ഇഷ്യൂ which is dealt with in Frankenstein is Frankenstein. ഈ ഫ്രാങ്കൻസ്റ്റൈൻ എന്ന് പറയുന്ന ഈ നോവലിന്റെ പേരും എന്തെന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്? ഫ്രാങ്കൻസ്റ്റൈൻ എന്ന് തന്നെയാണ് നോവലിന്റെ പേരും. പ്രധാന കഥാപാത്രവും ആരാ? വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ. എന്നാൽ ഫ്രാങ്കൻസ്റ്റൈൻ എന്ന് പറയുന്ന ഈ നോവലില് ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം, അതായത് പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത് വിക്ടേഴ്സ് ഫ്രാങ്കൻസ്റ്റൈൻ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഫെയിലർ ടു ആന്റിസിപ്പേറ്റ് ദി റെപ്പർക്കഷൻസ് ഓഫ് ഹിസ് ആക്ഷൻസ്. അയാളുടെ പ്രവർത്തനം, ആ പ്രവർത്തനത്തിന്റെ റെപ്പർക്കഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനന്തരഫലങ്ങൾ, ആഫ്റ്റർ ഇഫക്ട്സ് ഓർ കോൺസിക്വൻസസ് കേട്ടോ. റെപ്പർക്കഷൻസ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ഇഫക്ട്സ് അല്ലെങ്കിൽ കോൺസിക്വൻസസ്. അയാൾ ചെയ്ത പ്രവൃത്തി, അതിൻ്റെ ആഫ്റ്റർ ഇഫക്ട്സ് മനസ്സിലാക്കാൻ അയാൾ പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. ഇനി അയാൾ ചെയ്ത പ്രവൃത്തി എന്താന്ന് ഇപ്പൊ നിങ്ങൾക്ക് നോ ഐഡിയ, ഒരു ഊഹല്ലല്ലോ. അപ്പൊ അതൊക്കെ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അയാളെ കുറിച്ച് എല്ലാം പറയാം, എന്താണ് അയാൾ ചെയ്ത പ്രവൃത്തി എല്ലാം പറയാം. ഇനി നോക്കൂ, ഈ വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻസ് inquisitive mind takes him away from societal norms and restrictions. അതായത് ഈ വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ എന്ന് പറയുന്ന ആള് നല്ല കഴിവുള്ള ഒരു വ്യക്തിയാണ്. അയാളുടെ ചിന്ത മുഴുവൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ജീവനെ കുറിച്ചാണ്, അതായത് എങ്ങനെ ജീവൻ കൊടുക്കാം എന്നുള്ളതാണ്. ഈ ശാസ്ത്രീയമായ കാര്യങ്ങളിൽ വളരെയധികം തൽപരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ആര്? വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ. അതുകൊണ്ട് തന്നെ
അദ്ദേഹത്തിന്റെ ഇൻക്വിസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള അറിയാനുള്ള ത്വര, അതാണ് എന്ത് ഇൻക്വിസിറ്റീവ്. അദ്ദേഹത്തിന്റെ ഉള്ളിൽ എന്തായിരിക്കും, അതായത് ഇദ്ദേഹം ചിന്തിക്കുന്നത് ജീവൻ നൽകുന്നതിനെ കുറിച്ചാണ്. വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻസ് ഇൻക്വിസിറ്റീവ് മൈൻഡ് takes him away from societal norms and restrictions. നമുക്കറിയാം നമ്മളെ സൊസൈറ്റിയിൽ, നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, നിയന്ത്രണങ്ങളുണ്ട്. അതുപോലെ തന്നെ സൊസൈറ്റൽ നോംസ് ഉണ്ട്, സമൂഹത്തിൻ്റെതായിട്ടുള്ള രീതികൾ, അതുപോലെ തന്നെ ആദർശങ്ങളും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഉള്ളിലെ എൻക്വിസിറ്റീവ്നെസ്, അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആ ഒരു ഉത്കണ്ഠ, ജിജ്ഞാസ കാരണം എന്തായിരിക്കും എന്ന് അറിയാനുള്ള ഒരു വല്ലാത്ത ആകാംക്ഷ കാരണം അദ്ദേഹം സൊസൈറ്റിയുടെ നോംസും റെസ്ട്രിക്ഷൻസും എല്ലാം അദ്ദേഹം എന്ത് ചെയ്യാണ്, അദ്ദേഹം ഒന്ന് വയലേറ്റ് ചെയ്യാണ് കേട്ടോ. ടേക്സ് ഹിം എവേ, കാരണം അതിൽ നിന്നെല്ലാം അതൊക്കെ അദ്ദേഹം വയലേറ്റ് ചെയ്യാണ്. എന്നിട്ട് soon after he reaches Ingolstadt University, Victor tries to find out the secret of life. അദ്ദേഹം ഇംഗോൾസ്റ്റാഡ് യൂണിവേഴ്സിറ്റി, ഈ യൂണിവേഴ്സിറ്റിയിൽ പ്രവേശിച്ച ശേഷം ഉടനെ, അപ്പൊ ഈ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം പഠിക്കാൻ വേണ്ടി, ഗവേഷണത്തിന് വേണ്ടി ചേരുകയാണ്. എന്താ യൂണിവേഴ്സിറ്റിയുടെ പേര്? ഇംഗോൾസ്റ്റാഡ് യൂണിവേഴ്സിറ്റി. ഈ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം എത്തിയ ഉടനെ വിക്ടർ ട്രൈസ് ടു ഫൈൻഡ് ഔട്ട് ദ സീക്രട്ട് ഓഫ് ലൈഫ്, അദ്ദേഹം ജീവിതത്തിന്റെ രഹസ്യം അന്വേഷിച്ചിട്ട്, ലൈഫിന്റെ രഹസ്യം, സീക്രട്ട് ഓഫ് ലൈഫിന്റെ രഹസ്യം അന്വേഷിച്ചു കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങൾ അദ്ദേഹം തുടങ്ങുകയാണ്. എങ്ങനെ തുടങ്ങുന്നത്? എൻഡീവേഴ്സ് ടു ഇൻസ്റ്റിൽ ലൈഫ് ടു എ ഡെഡ് ബോഡി. അദ്ദേഹം ഒരു ഡെഡ് ബോഡി കൊണ്ടുവരികയാണ്. ആ ഡെഡ് ബോഡിയിൽ അദ്ദേഹം ജീവൻ കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അദ്ദേഹം തുടങ്ങുകയാണ്. മാത്രമല്ല, കീപ്പിംഗ് ദിസ് ഇൻ മൈൻഡ്, ഈ ആശയം മനസ്സിൽ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ശ്രമം അതാണ്. അപ്പൊ ഈ ആശയവും, അതായത് ഒരു ജീവനില്ലാത്ത ഡെഡ് ബോഡിയിൽ ജീവൻ ഉണ്ടാക്കണം, ഈ ഒരു ഉദ്ദേശം മനസ്സിൽ വെച്ചിട്ട് ഹി കളക്ട്സ് ബോഡി പാർട്സ്, അദ്ദേഹം ശരീരഭാഗങ്ങൾ അദ്ദേഹം ശേഖരിക്കുകയാണ്. അറേഞ്ചസ് ലബോറട്ടറീസ്, ഇനി ഗവേഷണങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ലബോറട്ടറി തയ്യാറാക്കണം, ലാബ് വേണ്ടേ. ശേഷം യൂസസ് ഇലക്ട്രിസിറ്റി ടു ഇൻസ്റ്റിൽ ലൈഫ് ടു ഹിസ് ക്രിയേഷൻ, അദ്ദേഹം ആ ഒരു സെറ്റാക്കി വെച്ച ബോഡി ഉണ്ടല്ലോ, അതിലേക്ക് ജീവൻ ഇൻസേർട്ട് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇൻസ്റ്റിൽ ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യാണ്. അപ്പൊ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ടാണ് ആ ക്രിയേഷനിൽ അദ്ദേഹം ബോഡി പാർട്സ് ഉപയോഗിച്ചുണ്ടാക്കിയ. അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കുക, അദ്ദേഹം കൊണ്ടുവന്നത് ഒരു ശരീരമല്ല എന്ന് തോന്നുന്നു അല്ലെ, അതായത് പല ശരീരങ്ങളിൽ നിന്നുമുള്ള ബോഡി ഭാഗങ്ങളാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ. അതായത് കുറച്ച് മുന്നേ പറഞ്ഞിരുന്നു ബോഡി പാർട്സ്, എവിടുന്നെങ്കിലും കൈയും കാലും കണ്ണും ഓരോ ഭാഗങ്ങൾ അല്ലെ, തല, അതുപോലെ തന്നെ കൈ കാല് നെഞ്ച്, ഇങ്ങനെ ഭാഗങ്ങൾ കൊണ്ടുവന്ന് അത് കൃത്യമായ രീതിയിൽ ക്രമീകരിച്ച് അറേഞ്ച് ചെയ്ത് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ആ ബോഡിയിലേക്ക് അയാള് ലൈഫ് ഇൻസ്റ്റിൽ ചെയ്യാണ്, ജീവൻ നൽകാണ്, കുത്തി കയറ്റാണ് അതിലേക്ക്. അതിൽ അദ്ദേഹം വിജയിക്കാണ്, ആ ഒരു ശരീരത്തിന് ജീവൻ വെക്കാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ, ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മനോഹരമായിട്ടുള്ള ഒരു ജീവജാലം അല്ലെ, മനോഹരമായിട്ടുള്ള വളരെ ബ്യൂട്ടിയുള്ള വളരെ ഭംഗിയുള്ള ഒരു മനുഷ്യനെ, ഒരു നല്ല മനുഷ്യനെ ഉണ്ടാക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം, ഒരു നല്ല മനുഷ്യനെ ഉണ്ടാക്കുക. എന്നാൽ ബിഫോർ ലോങ്, അധികം വൈകാതെ തന്നെ അല്ലെ, ഈ ഒരു സംഭവത്തിന്, അദ്ദേഹത്തിന്റെ ക്രിയേഷൻ ഉണ്ടല്ലോ, അതിന് ജീവൻ നൽകി അധികം വൈകാതെ തന്നെ വിക്ടർ റിയലൈസസ്, അദ്ദേഹത്തിന് ബോധ്യമാകുന്നു the grave error that he had committed, അയാൾ ചെയ്ത ഗുരുതരമായിട്ടുള്ള മിസ്റ്റേക്ക്. ഗ്രാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയസ് എന്ന, വളരെ ഗൗരവമുള്ള എറർ അദ്ദേഹത്തിന് സംഭവിച്ച, ഇവിടെ അദ്ദേഹം ചെയ്തത് ഒരു നിസ്സാര കാര്യമല്ല, അദ്ദേഹം കമ്മിറ്റ് ചെയ്ത ഗൗരവമുള്ള ഒരു വിഷയം. അതും എങ്ങനെ? ബൈ ദ ക്രിയേറ്റിംഗ് ഓഫ് എ ഗാസ്റ്റ്ലി മോൺസ്റ്റർ, വളരെ ഭീകരമായിട്ടുള്ള, വളരെ അപകടകരമായിട്ടുള്ള ഒരു മോൺസ്റ്ററിനെ, ഒരു പിശാചിനാണ് അദ്ദേഹം ജീവൻ കൊടുത്തിരിക്കുന്നത്.
അതും ഇൻ കോൺട്രാസ്റ്റ് ടു ഹിസ് ഡ്രീം ഓഫ് ക്രിയേറ്റിംഗ് എ ബ്യൂട്ടിഫുൾ ബീയിങ്. അദ്ദേഹത്തിന്റെ സ്വപ്നം എന്ന് പറയുന്നത് ക്രിയേറ്റിംഗ് എ ബ്യൂട്ടിഫുൾ ബീയിങ്, വളരെ മനോഹരമായിട്ടുള്ള ഒരു ബീയിങ്ങിനെ, അതായത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ജീവജാലം, അതിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള അദ്ദേഹത്തിന്റെ സ്വപ്നത്തിന് ഇൻ കോൺട്രാസ്റ്റ്, വിരുദ്ധമായിട്ട്, വിപരീതമായിട്ട്, വളരെ ഗാസ്റ്റി ആയിട്ടുള്ള, ഭയപ്പെടുത്തുന്ന, രൂക്ഷമായിട്ടുള്ള ഒരു പിശാചിനെ അദ്ദേഹം രൂപപ്പെടുത്തി എന്നുള്ള ഗൗരവമായിട്ടുള്ള ആ ഒരു എറർ അദ്ദേഹത്തിന് ബോധ്യമാവുകയാണ്. ഇനി ബാക്ക് ഇൻ ജനീവ, ഇനി ജനീവയിൽ, ജനീവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജന്മനാടാണ് ജനീവ. ഈ ജനീവയിൽ വിക്ടർ റിയലൈസസ് ദ ഇന്റൻസിറ്റി ഓഫ് ഹിസ് മിസ്റ്റേക്സ് ആസ് ഹി അണ്ടർസ്റ്റാൻഡ്സ് ദാറ്റ് ഹിസ് ബ്രദർ വില്യം ഈസ് കിൽഡ് ബൈ ദ മോൺസ്റ്റർ ഹിസ് ക്രിയേഷൻ. തൻ്റെ നിർമ്മിതിയായിട്ടുള്ള ഈ മോൺസ്റ്റർ, ഈ പിശാച് തൻ്റെ ജന്മനാടായിട്ടുള്ള ജനീവയിൽ എത്തിയിട്ട് അത് തൻ്റെ ബ്രദറായിട്ടുള്ള വില്യമിനെ കൊലപ്പെടുത്തി എന്ന ഒരു യാഥാർത്ഥ്യം, അദ്ദേഹത്തിൻ്റെ വളരെ ഗൗരവമായിട്ടുള്ള ആ ഒരു യാഥാർത്ഥ്യം അദ്ദേഹം തിരിച്ചറിയാണ്. അതായത് താനുണ്ടാക്കിയ സംഭവം തനിക്ക് തന്നെ പാരയായി. അപ്പൊ ഇത് എങ്ങനെയാണ് പാരയായത് എന്നുള്ളത് ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. അപ്പൊ ഈ ഒരു സംഭവത്തെ ഉണ്ടാക്കിയിട്ട്, കാരണം ഈ സംഭവം പകല് പുറത്തിറങ്ങി നടക്കുമ്പോൾ ഈ സംഭവത്തിന് മനസ്സിലാവുകയാണ് ആളുകൾക്കെല്ലാം തന്നെ ഭയമാണ് എന്നുള്ളത്. അങ്ങനെ ഈ സംഭവം ഇതിന്റെ റിഫ്ലക്ഷൻ കാണുകയാണ്, അതായത് ഇതിന്റെ രൂപം. അപ്പൊ മനസ്സിലാവുകയാണ് താനൊരു വളരെ ഭീകരമായിട്ടുള്ള രൂപമാണ്, അതുകൊണ്ടാണ് മനുഷ്യരാരും തന്നോട് അടുക്കാത്തത്, ആരും അടുക്കുന്നില്ല. കാരണം ഇതിനെ കാണുമ്പോൾ എല്ലാവരും ഭയന്നു പോകണം, ഇതിനാകെ ദുഃഖമാവുകയാണ്. അങ്ങനെ ഈ സാധനം ആരുടെ അടുത്ത് വരികയാണ്? ഇതിന്റെ സൃഷ്ടാവായിട്ടുള്ള ക്രിയേറ്റർ ആയിട്ടുള്ള വിക്ടർ ഫ്രാങ്കൻസ്റ്റൈനോട് പറയാണ്, ഇതൊരു ഒറ്റപ്പെട്ട ജീവിതമാണ് നയിക്കുന്നത്, വളരെ പ്രയാസമാണ്, വളരെ കഷ്ടം, സങ്കടമാണ്. അതുകൊണ്ട് ഇതിനൊരു ഇണയെ ഉണ്ടാക്കി കൊടുക്കണം, അതും ഇതിനെപ്പോലെ തന്നെയുള്ള ഒരു മോൺസ്റ്ററിനെ ഉണ്ടാക്കി കൊടുത്താൽ മതി. കാരണം മനുഷ്യന്മാരാരും ഇതിനോട് അടുക്കുന്നില്ല. ഈ ഒരു ആവശ്യത്തെ ആരെതിർക്കാണ്? വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ എതിർത്തു. അതോടുകൂടി ഇത് എടുക്കുന്ന പ്രതിജ്ഞയാണ് എന്ത്? വിക്ടർ ഫ്രാങ്കൻസ്റ്റൈന്റെ ബന്ധുക്കളെ, കുടുംബക്കാരെ എല്ലാം കൊല്ലുമെന്നുള്ളത്. അങ്ങനെയാണ് ഈ ഒരു ഓരോരുത്തരായിട്ട് ഇതിങ്ങനെ കൊല്ലാണ്. അങ്ങനെയാണ് എന്തറിയുന്നത്? വിക്ടർ അറിയാണ് തൻ്റെ നാട്ടിൽ ജനീവയില് എന്ത് ചെയ്തിട്ടുണ്ട്? ഹിസ് ബ്രദർ വില്യം ഈസ് കിൽഡ് ബൈ ദ മോൺസ്റ്റർ ഹിസ് ക്രിയേഷൻ, നോട്ട് ക്രിയേറ്റർ, ഹിസ് ക്രിയേഷൻ. അവന്റെ ക്രിയേഷൻ ആയിട്ടുള്ള മോൺസ്റ്റർ അവന്റെ ബ്രദറിനെ കൊന്നു എന്ന കാര്യം അറിയാണ്. എന്നാൽ ഹിസ് ആംഗിഷ്, അവന്റെ വേദന, ഹിസ് ആംഗിഷ് ഈസ് അഗ്രവേറ്റഡ്, അവന്റെ വേദന മൂർച്ഛിച്ചു. കാരണം മനസ്സിന്റെ ദുഃഖം ഇതറിഞ്ഞിട്ടുള്ള ഈ ഒരു വിഷമം, ഒന്ന് ബ്രദറിനെ കൊന്നു, പിന്നെ ആ വിഷമം എപ്പോഴാണ് കൂടുന്നത്? വെൻ ജസ്റ്റിൻ, അതായത് ജസ്റ്റിൻ എന്ന് പറയുന്ന ഇവരുടെ വീട്ടിലെ വേലക്കാരി, ദ ഇന്നസെന്റ് സെർവന്റ് ഗേൾ, നിഷ്കളങ്കയായിട്ടുള്ള ആ ഒരു പെൺകുട്ടി ഹാസ് ബീൻ എക്സിക്യൂട്ടഡ്, ആ ഒരു പെൺകുട്ടിയെ കൊല ചെയ്തിരിക്കുകയാണ്, ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്, എക്സിക്യൂട്ട് ചെയ്തു, അതായത് വധശിക്ഷ നടപ്പിൽ വരുത്തി. തിങ്കിങ് ദാറ്റ് ഷീ ഈസ് ബിഹൈൻഡ് ക്ലൈമിംഗ് ദ ലൈഫ് ഓഫ് വില്യം. എന്തിന്റെ പേരില്? അതായത് വില്യം ഉണ്ടല്ലോ, സഹോദരൻ വില്യം, ആ വില്യമിനെ ആക്ച്വലി യഥാർത്ഥത്തിൽ കൊന്നതാരാ? ഈ മോൺസ്റ്റർ ആണ് കൊന്നത്. പക്ഷെ അത് ജനീവയിൽ ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ അവന്റെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം ആരിലേൽപ്പിക്കാണ്? ആ ഒരു കൊലപാതകം ഉണ്ടല്ലോ, ആ കൊലപാതകം എന്തു ചെയ്യുന്നു? has been executed thinking that she is behind, അവളാണ് ആ കൊലപാതകത്തിന്റെ പിറകില്. she is behind claiming the life of William, അതായത് വില്യമിന്റെ ജീവൻ എടുത്തല്ലോ, അപഹരിച്ചല്ലോ, ക്ലെയിം ചെയ്തല്ലോ, അതിന് പിറകില്, അതിന്റെ കാരണക്കാരി ആരാണ്? ജസ്റ്റിൻ ആണെന്ന് കരുതിയിട്ട് പാവം അല്ല, ഇന്നസെന്റ് ആയിട്ടുള്ള ആ ഒരു സെർവന്റ് ഗേൾ ജസ്റ്റിനെ എക്സിക്യൂട്ട് ചെയ്യാണ്. അവൾ നിരപരാധിയാണെന്ന് ഈ വിവരം അറിഞ്ഞപ്പോ ആർക്ക് മനസ്സിലായി? ഫ്രാങ്കൻസ്റ്റൈൻ മനസ്സിലായി. അയാളുടെ ആ ഒരു പ്രവൃത്തി കാരണം രണ്ട് ജീവൻ അല്ലെ, ഒരാളെ കൊല്ലും ചെയ്തു, മോൺസ്റ്ററും കൊന്നു, ഒരാളെ എന്ത് ചെയ്യാണ്? ആ ഒരു സംശയത്തിന്റെ മേൽ, ആരോപണത്തിന്റെ മേൽ എന്ത് ചെയ്ത് കൊല ചെയ്യുകയുണ്ടായി.
Infuriated by Victor's unwillingness to create a female friend for the monster. ഇൻഫ്യൂരിയേറ്റഡ്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് കേട്ടോ. ദേഷ്യം വന്നിട്ട് എന്ത് കാരണത്താൽ? വിക്ടേഴ്സ് അൺവില്ലിങ്നെസ്, അതായത് വിക്ടർ സമ്മതിച്ചില്ല മോൺസ്റ്ററിനോട് എന്ത്? ടു ക്രിയേറ്റ് എ ഫീമെയിൽ ഫ്രണ്ട് ഫോർ ദ മോൺസ്റ്റർ. മോൺസ്റ്ററിന് ഒരു ഫീമെയിൽ ഫ്രണ്ടിനെ വേണം, ഒരു പെൺസുഹൃത്തിനെ വേണം, ഉണ്ടാക്കി കൊടുക്കണം, ജീവൻ വെപ്പിച്ചു കൊടുക്കണം. ആ ഒരു ആവശ്യത്തെ എതിർത്തത് കൊണ്ട് തന്നെ ദ മോൺസ്റ്റർ കിൽസ് വിക്ടേഴ്സ് ക്ലോസ് ഫ്രണ്ട്. അതിലെ ദേഷ്യം കാരണം ഈ മോൺസ്റ്റർ വിക്ടറിന്റെ ആത്മസുഹൃത്തായിട്ടുള്ള ആരെ കൊന്നു? ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള ക്ലെർവാളിനെയും അതുപോലെ തന്നെ ഹിസ് ബ്രൈഡ് എലിസബത്ത്. ഈ പിന്നെ വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ വിവാഹം കഴിക്കാനിരുന്ന എലിസബത്തിനെയും ആത്മസുഹൃത്തായിട്ടുള്ള ക്ലെർവാളിനെയും തനിക്കൊരു സുഹൃത്തിനെ, ഒരു പെൺസുഹൃത്തിനെ ഉണ്ടാക്കി തരാത്തതിലുള്ള ദേഷ്യം കാരണം മോൺസ്റ്റർ കൊന്നു. As his father also dies ravaged by these murders. മാത്രമല്ല ഈ കൊലപാതകങ്ങൾ അല്ലെ, ഇങ്ങനെ ഈ ഒരു കൊലപാതകങ്ങൾ അല്ലെ, പലരുടെയും ഈ ഒരു കൊലപാതകങ്ങൾ ഇതിന്റെ ഒരു ആഘാതത്തിൽ ഇദ്ദേഹത്തിന്റെ ഫാദർ മരിക്കുന്നു. വിക്ടർ ലൂസസ് മോസ്റ്റ് ഓഫ് ഹിസ് കിത്ത് ആൻഡ് കിൻ. അതായത് കിത്ത് ആൻഡ് കിൻ എന്ന് പറഞ്ഞാൽ റിലേഷൻസ്, ബന്ധുക്കൾ. മാത്രമല്ല ഈ ഒരു സാധനം, ഈ ഒരു മോൺസ്റ്റർ എന്ത് ചെയ്യുന്നു? വിക്ടറിന്റെ ബന്ധുക്കളെ, ഈ ഒരു മോൺസ്റ്റർ കാരണം വിക്ടറിന് എന്ത് സംഭവിക്കുന്നു? ലൂസസ്, നഷ്ടപ്പെടുന്നു. ദ മോസ്റ്റ് ഓഫ് ഹിസ് കിത്ത് ആൻഡ് കിൻ, തന്റെ അധിക ബന്ധുക്കള്, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് എല്ലാവരെയും ഇതെന്ത് ചെയ്യുന്നു? കൊന്നൊടുക്കുന്നു. ഇറ്റ് ഈസ് വെൻ വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ അങ്ങനെ എന്ത് ചെയ്യാണ്? ഈ ഒരു ഇതിനോട് പ്രതികാരം ചെയ്യണം. ആരോട്? ഈ ഒരു മോൺസ്റ്ററിനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി റഷ്യയിലൂടെ പോളാർ റീജിയണിലേക്ക് ആര് പോവാണ്? അതിനെ കണ്ടെത്തി കൊല്ലാൻ വേണ്ടിയിട്ട് വിക്ടർ പോവാണ്. ഇറ്റ് ഈസ് വെൻ വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ അങ്ങനെ വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ ട്രാവൽസ് അക്രോസ് റഷ്യ ടു ദ നോർത്ത് പോൾ. അതായത് റഷ്യയിലൂടെ നോർത്ത് പോളിലേക്ക് ഇതിനെ കൊല്ലാൻ വേണ്ടി, ഇതിനോട് റിവെഞ്ച് ചെയ്യാൻ വേണ്ടി, പ്രതികാരം വീട്ടാൻ വേണ്ടി ഈ വിക്ടർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തിനു വേണ്ടിയിട്ട്? ടു ഗെറ്റ് ഹോൾഡ് ഓഫ് ദി മോൺസ്റ്റർ, ഈ മോൺസ്റ്ററിനെ പിടികൂടാനും ആൻഡ് ടേക്ക് റിവെഞ്ച് അപ്പോൺ ഹിം, ഇതിനോട് പ്രതികാരം ചെയ്യാനും വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സമയത്ത് ഈ മോൺസ്റ്റർ എന്ത് ചെയ്യാണ്? ഈ ഒരു വിക്ടറിന്റെ അല്ലെ ബോട്ടെല്ലാം തകർക്കുകയാണ് അല്ലെ. അതായത് സ്റ്റോം, കൊടുങ്കാറ്റും ഉണ്ട്, മാത്രമല്ല ഇതിൻ്റെ ഒരു ആക്രമണവും. അങ്ങനെ ബോട്ട് തകരുകയാണ്. മാത്രമല്ല അങ്ങനെ ഈ വിക്ടർ എന്ത് ചെയ്യാണ്? ഒരു ഐസ് പാളിയിൽ അതിനു മുകളിൽ അയാള് അള്ളിപ്പിടിച്ചിങ്ങനെ പോകുന്ന സമയത്ത് കടലിൽ വെച്ചിട്ട് റോബർട്ട് വാൾട്ടൺസ് ബോട്ട് സേവ്സ് ഹിം. റോബർട്ട് വാൾട്ടന്റെ, നമുക്കറിയാം റോബർട്ട് വാൾട്ടൺ പോൾ എക്സ്പെഡിഷന്റെ ഭാഗമായിട്ട് പോവാണല്ലോ. ഇയാളെ കാണുകയും റോബർട്ട് വാൾട്ടൺ ഇയാളെ കാണുകയും ഇയാളെ രക്ഷിക്കുകയും ചെയ്യാണ്. മാത്രമല്ല നറേറ്റിംഗ് ഓൾ ഹിസ് സ്റ്റോറീസ്, തൻ്റെ എല്ലാ കഥകളും എന്ത് ചെയ്യാണ്? വിക്ടർ ഇയാളോട് പറയാണ്. അതിനുശേഷം ക്ഷീണത്താലും പ്രയാസത്താലൊക്കെ കാരണം വിക്ടർ ഡൈസ് ഇൻ വാൾട്ടൺസ് ബോട്ട്, വാൾട്ടന്റെ ബോട്ടിൽ വെച്ചിട്ട് വിക്ടർ മരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ വിക്ടറിനെ കണ്ടുമുട്ടിയ ഈ ഒരു കഥയാണ് തുടക്കത്തിൽ തന്റെ കത്തുകളിലൂടെ വാൾട്ടൺ സഹോദരിയോട് പറയുന്നത്. ആ കത്തുകളിലൂടെയാണ് ഈ കഥ തുടങ്ങുന്നത്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ, ആ സ്റ്റോറി ലൈനിനുള്ളിലാണ് ആര് വരുന്നത്? ഫ്രാങ്കൻസ്റ്റൈൻ വരുന്നത്. അങ്ങനെ വിക്ടർ മരിക്കുകയാണ്. വിക്ടറിന്റെ മരണവാർത്ത അറിഞ്ഞ് സ്ട്രിക്കൺ വിത്ത് റിമോസ്, കുറ്റബോധം, ഭയങ്കര പശ്ചാത്താപം പിടികൂടിയ ദ മോൺസ്റ്റർ അപ്രോച്ചസ് വാൾട്ടൺ. മോൺസ്റ്റർ എന്ത് ചെയ്യാണ്? വാൾട്ടന്റെ അടുത്ത് വരികയാണ്. കുറ്റബോധം തോന്നിയ ഈ ഒരു മോൺസ്റ്റർ വാൾട്ടന്റെ അടുത്ത് വരികയാണ്. മാത്രമല്ല അയാളുടെ ഈ മോൺസ്റ്ററിന്റെ സങ്കടങ്ങൾ ഇതൊക്കെ എന്ത് ചെയ്യാണ്? വാൾട്ടനോട് പറയാണ്. മാത്രമല്ല
ഇതിന് മുൻപ് എന്ത് ചെയ്യുന്നുണ്ട്, അയാളുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും അയാൾ ആരോട് പറയുന്നുണ്ട്, വിക്ടറിനോട് പറയുന്നുണ്ട്. എന്നിട്ട് തനിക്ക് ഒരു ഫീമെയിൽ ഫ്രണ്ടിനെ ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. കാരണം ആ ഒരു അഭ്യർത്ഥന എതിർത്തതിനാലാണ് ആകെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. മാത്രമല്ല അങ്ങനെ ഈ മോൺസ്റ്റർ എന്തു ചെയ്യാണ്, പ്രിപ്പയേഴ്സ് ഹിസ് ഓൺ ഫ്യൂണറൽ പയർ. ആ മോൺസ്റ്റർ തന്നെ അവന്റെ സ്വയം ശവകുടീരം ഒരുക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ മരിക്കാൻ തയ്യാറാവുന്നു. സോ ബോത്ത് ഇൻ ദ കേസ് ഓഫ് വിക്ടർ ആൻഡ് ദ മോൺസ്റ്റർ, ഇവിടെ നമ്മൾ വിക്ടറിന്റെ കേസിലും അതുപോലെ തന്നെ മോൺസ്റ്ററിന്റെ കേസിലും രണ്ടുപേരുടെയും, വിക്ടറിന്റെയും അതുപോലെ തന്നെ മോൺസ്റ്ററിന്റെയും രണ്ടുപേരുടെ കേസിലും the moments of revenge and remorse occur in different stages of their life. ഇവരുടെയൊക്കെ ജീവിതത്തിൽ രണ്ടുപേരുടെയും ലൈഫിൽ നമുക്ക് രണ്ടുപേരിലും പ്രതികാരവും അതുപോലെ തന്നെ റിവെഞ്ചും റിമോഴ്സും, രണ്ടുപേരുടെ ലൈഫിലും നമ്മൾ റിവെഞ്ചും കാണുന്നുണ്ട്, റിമോഴ്സും കാണുന്നുണ്ട്, രണ്ടുപേരുടെ ലൈഫിലും കാണുന്നുണ്ട്. കാരണം റിവെഞ്ച് തീർക്കാൻ വേണ്ടിയിട്ടാണ് ആരിറങ്ങുന്നത്, വിക്ടർ ഇയാളെ തേടി റഷ്യയിൽ നോർത്ത് വേർഡ് എന്ത് ചെയ്യുന്നത്, ട്രാവൽ ചെയ്യുന്നത്. എന്നാൽ അതേ സമയത്ത് അയാൾക്ക് കുറ്റബോധം ഉണ്ടായത് എപ്പോഴാ, തൻ്റെ സഹോദരൻ കൊല്ലപ്പെട്ടു വില്യം. മാത്രമല്ല ആ സഹോദരന്റെ കൊലപാതകത്തിന്റെ സംശയം ആരോപിക്കപ്പെട്ട് ഇന്നസെന്റ് സെർവന്റ് ഗേളും എന്ത് ചെയ്യാണ്, അവളെ എക്സിക്യൂട്ട് ചെയ്യാണ്. ഇതിൽ അയാൾക്ക് വളരെ കുറ്റബോധമായി അല്ലേ. പിന്നെ മാത്രമല്ല തൻ്റെ സുഹൃത്തും തൻ്റെ അതായത് ബ്രൈഡും കൊല്ലപ്പെടുകയാണ്. ഇങ്ങനെയാണ് അയാൾ പ്രതികാരദാഹിയായിട്ട് ആരെ കൊല്ലാൻ വേണ്ടിയിട്ട്, മോൺസ്റ്ററിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. ഇതേപോലെ തന്നെയാണ് മോൺസ്റ്ററിന്റെ കാര്യത്തിലും. മോൺസ്റ്ററിന് അല്ലെ ഒറ്റപ്പെട്ട ജീവിതം അല്ലെ, മറ്റുള്ളവരിൽ നിന്നെല്ലാം അകന്ന് സങ്കടപ്പെട്ട് ഒറ്റക്കായൽ കോട്ടയിൽ താമസിക്കുകയാണ് ഒരു കൊട്ടാരത്തിൽ. കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, ആളുകളെല്ലാം ഭയപ്പെടുകയാണ്. അയാളുടെ നിരാശകൾ, സങ്കടങ്ങൾ, പ്രയാസങ്ങൾ വന്നിട്ട് വിക്ടറിനോട് പറയാണ് അയാൾക്കൊരു ഫീമെയിൽ ഫ്രണ്ടിനെ ക്രിയേറ്റ് ചെയ്യണം. പക്ഷേ ഇവിടെ എന്ത് ചെയ്യാണ്, വിക്ടർ അൺവില്ലിങ് ആവുകയാണ്. അവിടെയാണ് വിക്ടറിനോട് പ്രതികാരം ചെയ്യാനുള്ള പ്രതിജ്ഞ അയാൾ എടുക്കുന്നത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ വ്യക്തമായിട്ട് ബോത്ത് ഇൻ ദ കേസ് ഓഫ് വിക്ടർ ആൻഡ് മോൺസ്റ്റർ the moments of revenge and remorse occur in different stages of their life. ഇവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായ രണ്ട് ഘട്ടങ്ങളിൽ നമ്മൾ പ്രതികാരവും അതുപോലെ തന്നെ റിമോഴ്സ് പശ്ചാത്താപവും കാണുന്നു. അപ്പോൾ ഓക്കെ സ്റ്റുഡൻസ്, അപ്പൊ ഇത്രയാണ് നമ്മുടെ ചാപ്റ്ററിന്റെ ഒരു ക്രിട്ടിക്കൽ അനാലിസിസ്. അപ്പൊ ഇനി നമ്മൾ അടുത്തതായി ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതിന്റെ സ്ട്രക്ചർ, പാരഗ്രാഫ് ക്വസ്റ്റ്യൻ സ്ട്രക്ചറും നോക്കണം. അതുപോലെ തന്നെ ഇതൊരു ഗോത്തിക് നോവലാണെന്നുള്ള രീതിയിൽ ഒരു ഡിസ്കഷൻ, അതുപോലെ തന്നെ ഒരു എപ്പിസ്റ്റോളറി ആണെന്നുള്ള നിലയ്ക്കും ഒരു ഡിസ്കഷൻ. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു 3 പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ക്ലാസ്സിൽ ഇനി നമ്മളത് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മളെ ക്ലാസ് ലെങ്തി ആവും. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് ഇവിടെ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ 3 ക്വസ്റ്റ്യനും നമുക്ക് എന്ത് ചെയ്യണം, ഒന്നിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് കാണുക. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.